അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് LXi, VXi, ZXi, ZXi+. ഞാൻ വാഹനം ലോക്ക് ചെയ്യാണ്. കണ്ടോ, മിറർ അടഞ്ഞു. ഇനി ഒരു മിറർ നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ തുറക്കാനായിട്ട് സാധിക്കില്ല. വണ്ടി മോഡാണ്. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടോ നമുക്ക് തൊട്ട് സൗണ്ട് ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യാം. ഇതാണ് അപ്പോൾ ഫാനിൻ്റെ അവസ്ഥ. സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം, നമുക്കിതിനൊരു ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഹലോ നമസ്കാരം. ഇന്ന് ഞാനുള്ളത് പോപ്പുലറിൻ്റെ യാർഡിലാണ്. അപ്പോൾ എൻ്റെ ചുറ്റും ഒത്തിരി വാഹനങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ന്യൂ സ്വിഫ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ പുതിയത് 2021 മോഡൽ. അപ്പോൾ അതിൽ നമുക്ക് 4 വേരിയൻറ്റിലാണ് പുതിയ സ്വിഫ്റ്റ് വരുന്നത്, പ്ലസ് 2 ഗിയർ ബോക്സ് ഓപ്ഷനിലും. അപ്പോൾ നമുക്ക് ആ മോഡൽസിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാ വേരിയൻറ്റും നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം ഈ അറ്റത്തുനിന്ന് ബ്ലൂ വെഹിക്കിളിന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് LXi ആണ്, VXi, ZXi+. അപ്പോൾ ഇതാണ് ഫുൾ ഓപ്ഷൻ. അപ്പം ഈ ഒരു വാഹനങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വില എത്രയാണ്, എന്തൊക്കെയാണ് വേരിയൻസ് എന്നുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോണേ. അപ്പോൾ എല്ലാവർക്കും ഓട്ടോ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് LXi, VXi, ZXi+. എൻ്റെ ഫേവറേറ്റ് അതാണ്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് വണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം LXi നിന്ന് തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വന്നേക്കുന്നത്, വില എത്രയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് വരുന്ന 6,71,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ ചേഞ്ച് വന്നേക്കുന്ന ആ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് എല്ലാ വാഹനത്തിനും സെയിം തന്നെയാണ്. അത് കാരണം കൊണ്ട് അതിൽ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ അല്ല, അത് കാരണം അവിടെ ചെറിയൊരു ഇത് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാ നമുക്ക് വരുന്ന ഹാലജൻ ബൾബോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ അടുത്തൊരു ഡിഫറൻസ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക ഈ കാണുന്ന ടയറാണ്. അപ്പോൾ ഈ കാണുന്ന ടയർ എന്ന് പറയുന്നത് ഇതൊരു 14 ഇഞ്ച് സൈസുള്ള റേഡിയൽ ടയറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടയർ സെക്ഷൻ എന്ന് പറയുന്നത് 165/80 ആണ്. ഇതിൽ കിടക്കുന്നത് അപ്പോളോയുടെ ടയേഴ്സാണ്. ഇപ്പം അമേസർ 3G അതാണ് ആ ടയറിൻ്റെ സീരീസ് എന്ന് പറയുന്നത്. അപ്പോളോയുടെ ഈ ഒരു സീരീസ് എൻ്റെ അമേസിങ് 4G ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ലൊരു ടയറാണ്. ഞാൻ മുമ്പ് ബ്രിഡ്സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മിറേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ ഫെൻഡറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബോഡി കളേർഡ് അല്ലാത്ത OVMസും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഒക്കെയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി കളേർഡ് ആക്കാവുന്ന കാര്യമുള്ളൂ. ഗിയർ സെക്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് വേരിയൻ്റ് എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു തരത്തിലുള്ള എന്താ പറയുക ബാഡ്ജിങ് കാര്യങ്ങൾ ഒരു വാഹനത്തിനും ഇല്ല. ജസ്റ്റ് നമ്മുടെ ഒരു ബൂട്ടിൻ്റെ സെൻറ്ററിലായിട്ട് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ്ങും സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് റൂഫിലായിട്ടൊരു ആൻറ്റിനെ കാണാം. ഇതേ ആൻറ്റിനെ തന്നെയാണ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിനും വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക ലിപ്പിൽ അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞ് സ്പോയിലറിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. LED ആണ്. അത് തന്നെയാണ് എല്ലാ വാഹനത്തിനും വരുന്നത്. റിയർ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സെൻട്രലായിട്ട് നേരത്തെ പറഞ്ഞ ലോഗോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബമ്പറിലായിട്ട് ഇവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ലൈസൻസ് ലാമ്പും നമ്പർ പ്ലേറ്റിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെയാണ് റിയറിൽ വന്നേക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ എക്സോസ്റ്റിൻ്റെ പൈപ്പ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവർ സൈഡിൽ പോകണം. അപ്പോൾ ഡ്രൈവർ സൈഡിൽ നമുക്കിവിടെ താഴെയായിട്ടാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്തു. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 268 ലിറ്ററാണ് ഈ ഒരു ബൂട്ടിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ISO ഫിക്സിനുള്ള പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 60/40 ഒന്നുമല്ല, ഒരു സിംഗിൾ ഫോൾഡാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോറേജിൻ്റെ റാക്കോ കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റ് വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെയർ വീൽ കാണാനായിട്ട് സാധിക്കും. സാധാ ഡിസ്ക് വീൽ തന്നെയാണ്. പിന്നെ ഇതിന് അലോയ് വീൽസ് ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഒരു മോഡൽസിനും അലോയ് വീൽസ് സ്പെയർ വീലായിട്ട് കൊടുക്കുന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ പോലത്തെ ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ട്. യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ബൂട്ട് അടയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബൂട്ടിൽ വരുന്നത്. ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ LED യൂണിറ്റ് ആണ്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സും വന്നിട്ട് ഹാലജൻ ബൾബ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ. നമുക്ക് ഇപ്പോഴത്തെ വശം കൂടെ പോകാം. നമുക്ക് ഇവിടെയായിട്ട് ഫ്യൂലിനിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. വേറെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും പഴയ സ്വിഫ്റ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു വാഹനത്തിനും ഇല്ല. അതുപോലെ തന്നെ മറ്റ് ടോപ്പ് എൻഡ് വെഹിക്കിളിൽ നിന്നുള്ള മെയിനായിട്ട് എക്സ്റ്റീരിയറുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോവാം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ വൈപ്പേഴ്സ് കാണാം. ഇതാണ് സ്പ്രെയർ കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ജസ്റ്റ് അകത്ത് കയറാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ
വൈഡ് എന്ന് പറയാം, അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോറൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഡോർ ഹാൻഡിൽസ് കാണാം, പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ പവർ വിൻഡോ ഇല്ല, നമുക്ക് വരുന്നത് വൈൻഡറാണ്, മാനുവലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം, ഇവിടെ ആയിട്ട് ചെറിയ സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഇവിടെ ഒരു കൈ വയ്ക്കാനായിട്ടുള്ള ആംബ്രസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ചെറിയൊരു ഇതും വന്നിട്ടുണ്ട് പിടിക്കാനായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ടെക്സ്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീറ്റിന് റിക്ലൈനിങ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ വരുമ്പം ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഹോൺ വന്നിട്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് കോമ്പിനേഷൻ സ്വിച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സും ഈ സൈഡിൽ വന്നിട്ട് വൈപ്പേഴ്സൊക്കെയാണ്, അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ LXi വേരിയൻറ്റിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇനി ഇൻറ്റീരിയറിൽ വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഗ്രാബ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട്, സ്പ്രിംഗ് ലോഡഡ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്കൊരു വൈസർ ഉണ്ട്, പക്ഷേ നമുക്ക് വാനിറ്റി മിറേഴ്സോ ലൈറ്റോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ലൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് വൈസർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഓട്ടോ ഡിമിങ്ങോ മാനുവൽ ഡിമിങ്ങോ ഒന്നും ഇല്ലാത്ത സാധാ ഒരു റിയർ വ്യൂ മിററാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് പഴയ ഡിസൈൻ ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം, അതുപോലെ തന്നെ AC വെൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ചുറ്റിനും ഒരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് എടുത്ത് പറയണം. പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാം. സാധാ ഒരു ഗ്ലോ ബോക്സ് ആണ്, അത്യാവശ്യം ഡീപ്പായിട്ട് വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. വേറെ കൂൾഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. നമുക്കിവിടെ മീഡിയ സ്ക്രീൻ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് AC-യുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും, ഒക്കെ മാനുവലാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. USB ഓക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ഫോണോ കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെയായിട്ട് കപ്പ് ഹോൾഡേഴ്സ് ആണ് വന്നേക്കുന്നത്. നമുക്ക് വരുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വന്നേക്കുന്നത്. അപ്പം ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ലെതറിൻ്റെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു ട്രിം കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു ഹാൻഡ് ബ്രേക്കാണ്, പ്രത്യേകിച്ച് അതും ഒരു തരത്തിലുള്ളതുമില്ല. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സീറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ എല്ലാ വണ്ടിക്കും കാണുന്ന പോലെ തന്നെ. സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റൊക്കെ തന്നെയാണ്, വേറെ സീനായിട്ടൊന്നും തോന്നിയില്ല. നല്ല കുഷൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കീ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. കീ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. താഴെയായിട്ട് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടെ ഇവിടെയായിട്ട് 2 ഇത് നോബ് വന്നിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഈ ടാങ്കിലത്തെ ഫ്യൂൽ വെച്ചിട്ട് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നോബിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പിന്നീട് നമുക്കിതിൽ ഈ ടോപ്പിലായിട്ട് ടൈം, അതുപോലെ തന്നെ ഫ്യൂൽ ലെവൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓഡോമീറ്റർ കാണുന്നുണ്ട്, ട്രിപ്പ് ബി കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള. ഈ സൈഡിൽ വാർണിംഗ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ലാംപ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓയിൽ, ബാറ്ററി, MI ലാമ്പ്, ഹാൻഡ് ബ്രേക്കിൻ്റെ. ഇവിടെ വരുമ്പോൾ സ്റ്റിയറിംഗ്, സീറ്റ് ബെൽറ്റ്, ഡോർ ഓപ്പൺ, ഫ്യൂവലിൻ്റെ വാർണിംഗ് ലാമ്പ്. നമുക്ക് ഈ സൈഡിലായിട്ട് ഹീറ്റ് ലെവലിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വാർണിംഗ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്വിച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു സിഗ്നല് കാര്യങ്ങളിലൊക്കെ എടുക്കുമ്പം വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫാവും ന്യൂട്രൽ പൊസിഷനിൽ വരുമ്പോൾ. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ അത് വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ബേസ് മോഡലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഡ്യുവൽ ഇഞ്ചക്ടർ വരുന്നുണ്ട്, ഡ്യുവൽ VVT വരുന്നുണ്ട്. അതായത് എഞ്ചിൻ സെക്ഷനിൽ വന്ന അപ്ഡേറ്റ് നമുക്ക് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്, ABS EBD വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ LXi മോഡലിൽ വരുന്നത്. ഇനി നമുക്ക് നേരെ VXiയിലേക്ക് പോവാം. അപ്പോൾ VXi എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതെല്ലാം അതേപടി അവിടെയും കണ്ടിന്യൂ ചെയ്യപ്പെടും. അപ്പോൾ നമുക്കിനി VXiയിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഇതാണ് നമ്മുടെ VXi മോഡൽ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് വരുന്നത് 7,43,000 രൂപയാണ് വില വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ വേറൊരു ചേഞ്ചും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം സെയിം ഹെഡ്ലൈറ്റ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രില്ല് പിന്നെ എല്ലാ വണ്ടിക്കും സെയിം ആണ്. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല, ഇതിനുമില്ല. സൈഡ് പോർഷനിൽ വരുമ്പോൾ തൊട്ട് നമുക്ക് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫെൻഡറിലുണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ ഇതിൻ്റെ ഫെൻഡറിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇതിന് ബോഡി കളേർഡ് ആയിട്ടുള്ള ORVM ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് VXiക്ക് വരുമ്പോൾ ബോഡി കളേർഡ് അല്ല. പിന്നെ നമുക്ക് ഡോർ ഒന്ന് ജസ്റ്റ് തുറന്നിട്ട് കീ ഒന്ന് നോക്കാം. അപ്പം അകത്തെ കാര്യങ്ങൾ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കീയിലേക്ക് വരുമ്പോൾ
നമുക്കൊന്ന് വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനത്തെ കീ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവില്ല, അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ചേഞ്ചസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് റിയറിൽ വരുമ്പം ഇതേ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ VXIക്കും വരുമ്പോൾ. നമുക്ക് ടോപ്പിലായിട്ടുള്ള എന്നെ കാണാം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, റിയർ ഗ്ലാസ് കാണാം, നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ടെയിൽ ലൈറ്റ് ഒക്കെ സെയിം തന്നെയാണ് വന്നേക്കുന്നത്. റിയർ ബമ്പറിലായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അപ്പോൾ ആ വണ്ടിയിലും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ജസ്റ്റ് ബൂട്ടൊന്ന് തുറക്കാം. ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ സെയിം 268 ലിറ്റർ തന്നെയാണ് കപ്പാസിറ്റി. കാര്യങ്ങൾ സാധാ ഡിസ്ക് വീൽ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ആകെ നമുക്ക് പാർസൽ ട്രേ അഡീഷണൽ ആഡ് ആയിട്ടുണ്ട്. ISOFIXൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളുണ്ട്. ആ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ അതൊക്കെ ഈ വണ്ടിയിലും ഉണ്ടായിരിക്കും. പ്ലസ് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാർസൽ ട്രേ റിയറിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സിമിലറാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ അകത്തൊന്ന് കയറാം. നമുക്കപ്പോൾ ഡോറൊന്ന് തുറക്കാം. അപ്പോൾ അകത്തുനിന്ന് ആദ്യത്തെ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ഡോർ പാഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പവർ വിൻഡോ കൺട്രോൾസ് കാണാം, നമ്മുടെ മിററിൻ്റെ കൺട്രോൾസ് കാണാം, അൺലോക്കിൻ്റെ ഡോർ അൺലോക്ക്, അതുപോലെ തന്നെ പവർ വിൻഡോയുടെ ലോക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻസൊക്കെയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഏരിയ വരുന്നുണ്ട്. ശകലം കുഷൻഡ് ആണ്, നമുക്ക് ഒരു ലോങ് ഡ്രൈവിലൊക്കെ കൈവച്ച് പോവാം. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ട്രിം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നോർമലാണ്. ബോട്ടിൽ ഹോൾഡർ, സ്റ്റോറേജ് ഏരിയ, സ്പീക്കറിൻ്റെ പ്രൊവിഷൻ, ക്രോം ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വന്നേക്കുന്നത്. ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ റിക്ലൈനിങ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് LXIയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ഇനി നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നകത്ത് കയറാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ മീഡിയ കൺട്രോൾസ് വന്നിട്ടുണ്ട്. അതായത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്, അതുപോലെ തന്നെ ട്രാക്ക് മാറ്റാനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. മ്യൂട്ട്, ഇവിടെയായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനും ബ്ലൂടൂത്തിൻ്റെ സ്വിച്ചസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള. എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മോഡലിൽ എയർ ബാഗ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡ്യുവൽ എയർ ബാഗ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ സെറ്റപ്പൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്കിതിൽ അഡീഷണലി വന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീഡിയ സ്ക്രീനാണ്. ചെറിയൊരു ഇൻഫർടൈൻ സിസ്റ്റം എന്ന് പറയാം. ടച്ചാണ് സംഭവം വന്നിട്ട്, ഇപ്പോൾ അത് പൊളിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് AC-യുടെ സ്വിച്ചസ് നമ്മൾ അതിൽ കണ്ട പോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ആയിട്ട് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഔട്ട്ലെറ്റ്, USB ഓക്സിൻ്റെ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടേക്കുന്നത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ഗിയർ ലെവറിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു നല്ല നൈസായിട്ടുള്ളൊരു ഗിയർ നോബാണ് വന്നേക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ആ വാഹനത്തിൽ കണ്ട പോലെ തന്നെ ഒരു അലുമിനിയം ഫിനിഷിലൊരു ട്രിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്, പ്ലസ് റിവേഴ്സ്. നമുക്ക് ഹാൻഡ് ബ്രേക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രോമിൻ്റെ എലമെൻറ്റൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. നമുക്കിനി നേരെ വൈസറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ ടിക്കറ്റ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇതാണ് മാറ്റം. നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഗ്രാബ് ഹാൻഡിൽസ് ആണ്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സെയിം, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സാധാ ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഈ ഒരു ഡാഷ് ബോർഡിൽ വന്നേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതൊരു അലുമിനിയം ഫിനിഷിലാണ് വന്നേക്കുന്നത്. നല്ലൊരു എയിം ഉണ്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫിനിഷിലാണ് വന്നേക്കുന്നത്. നമുക്ക് LXIയിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പിന്നീട് നമ്മുടെ ഈ ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റേഡിയോ കാണാം, വോളിയം ഓക്കെ കണ്ടോ, ടച്ചാണ് വന്നിട്ട്. വോളിയം എന്തായാലും ഡൗൺ ചെയ്യാൻ, കാരണം കോപ്പി റൈറ്റ് അടിക്കും. അപ്പോൾ അതിന് കാര്യം പാട്ട് വയ്ക്കാത്ത കാരണം അതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു വോയിസിൻ്റെ സംഭവം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മീറ്റർ കൺസോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടാണ് ഒരു വ്യത്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പഴയ നമ്മളെ XL6-ലും TL കണ്ടുവന്ന തരത്തിലുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ട് RPM, നമുക്ക് ഇവിടെ ആയിട്ട് സ്പീഡോമീറ്ററാണ് വന്നിരിക്കുന്നത്. ടോപ്പ് സ്പീഡ് 220 ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് RPM റെഡ് ചെയ്യുന്നത് 6300 വന്നിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് വാർണിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂൽ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് ഈ ചെറിയൊരു TFT ഡിസ്പ്ലേയിൽ, ചെറിയൊരു ഡിസ്പ്ലേയിലാണ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ട്രിപ്പ്, നമുക്കിവിടെ 2 നോബ് വന്നിട്ടുണ്ട്. ഈ നോബ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് A, ട്രിപ്പ് B തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഓഡോമീറ്ററും. പിന്നീട് നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച്, ആവറേജ്, ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ്. ടോപ്പിലായിട്ട് ഫുൾ വാർണിംഗ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചേഞ്ചാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുക. പിന്നീട് നമുക്ക് നേരത്തെ പറഞ്ഞ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും ബേസ് മോഡൽ തൊട്ട് ടോപ്പിൻ്റെ ഒരു അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ കീ വന്നിട്ട് ഈ ഒരു വേരിയൻറ്റിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കാം.
ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡോർ ഹാൻഡിൽ ക്രോമായിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇവിടെ വേറെ ടെക്സ്ചർ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ പ്രൊവിഷൻ, അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. ISO ഫിക്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബേസ് മോഡൽ തൊട്ട് ISO ഫിക്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് LXIയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ഫിസിക്കലായിട്ട് പെട്ടെന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ എഞ്ചിനിലൊന്നും ഒരു തരത്തിലുള്ള മാറ്റമില്ല. എല്ലാ വാഹനങ്ങൾക്കും സെയിം എഞ്ചിനാണ്, സെയിം സ്പെക്കാണ്, എല്ലാ കാര്യങ്ങളും. എന്നാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടു നോക്കാം. എഞ്ചിൻ റൂമിലേക്ക് വരുമ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ഹുഡ്. ജസ്റ്റ് ഒന്ന് ഹുഡ് തുറക്കാം. ഹുഡ് തുറക്കുമ്പോൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഹുഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് 89.7 PS പവറും അതുപോലെ തന്നെ 113 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു എഞ്ചിനിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ VVT സെറ്റപ്പാണ്. ആ ഒരു സിസ്റ്റം ഇതിൽ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് 2 ഇഞ്ചക്ടർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനും കൂടിയാണ് നമുക്കിതിൽ അഡീഷണൽ ആയിട്ട് ആയിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് കവറിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു അലുമിനിയം ഫിനിഷിലുള്ള സംഭവം എഞ്ചിൻ റൂം കവർ ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കിവിടെ ഒരു കവറിങ് വന്നിട്ടുണ്ട്. മുമ്പത്തെ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലം കാണാമായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു സംഭവമൊന്നുമില്ല. അത്യാവശ്യം കവേർഡാണ് എഞ്ചിൻ റൂം വന്നിട്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഈ സൈഡിൽ ബാറ്ററി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എഞ്ചിൻ റൂം അടച്ചേക്കാം. അപ്പോൾ ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്, അതായത് VXI എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന് ഓട്ടോമാറ്റിക് വേർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം 8 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുന്ന ഈ ഒരു മോഡലിൻ്റെ ഓട്ടോമാറ്റിക് വേർഷന്. ഇനി നമുക്ക് ZXI എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിന് വരുന്നത് 8,15,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരു ഓട്ടോമാറ്റിക് വേർഷൻ കൂടിയുണ്ട്. അപ്പോൾ അതിന് വരുന്നത് 8,72,000 രൂപയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷന് വരുന്നത്. അപ്പോൾ മെയിൻ ചേഞ്ച് നമുക്ക് ഇവിടെ നിന്നോട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ഫ്രണ്ടിൽ നമുക്ക് ഫോഗ് ലാമ്പ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു വ്യത്യാസം. ബാക്കി നമ്മുടെ LXI VXI പോലെ തന്നെയാണ് ZXIയും. ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഗ്രില്ലും സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ZXIയുടെ കീ വന്നിട്ട് കേട്ടോ. ഇങ്ങനത്തെ കീ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു അലോയ് വീൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഫിനിഷിലുള്ള അലോയ് വീലാണ് വന്നിരിക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് 15 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. ടയർ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് കൂടിയിട്ടുണ്ട്. 155/65 സെക്ഷനിലുള്ള R15 സൈസിലുള്ള ടയറാണ് വന്നിരിക്കുന്നത്. അപ്പോളോയുടെ ടയറാണ്, റേഡിയൽ ടയറാണ് വരുന്നത്. ഇനി നമ്മൾ മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ VXIയിൽ കണ്ട അതേ മിറർ തന്നെയാണ്. നമ്മൾ ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം വന്നു. നമുക്കിതിൽ റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് കീലെസ് എൻട്രിയുടെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ പാഡൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു ഡോർ പാഡൊക്കെ തന്നെയാണ്. നമുക്കിതിലൊരു ക്രോം ഡോർ ഹാൻഡിൽസ് കാണാം. അതുപോലെ തന്നെ ഇവിടെയായിട്ട് പവർ വിൻഡോയുടെ സ്വിച്ചസും അതുപോലെ നമുക്കിത് മിററിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. ഇനി നമ്മൾ എക്സ്റ്റീരിയറിലേക്ക് ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാമതായിട്ട് നമുക്ക് ഡീഫോഗേഴ്സും അതുപോലെ തന്നെ വൈപ്പറും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് റൂഫ് ആൻറ്റിന കാണാം, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. ഇവിടെയായിട്ട് നമ്മൾ ഈ കാണുന്നത് വൈപ്പർ സ്പെയർ ആണ്. അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസ് അവൈലബിൾ ആയിട്ടുണ്ട്, വൈപ്പർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് നമുക്ക് റിയറിൽ വരുമ്പോൾ. ബാക്കി ബമ്പറിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും ബാക്കി വരുന്ന ലോഗോസ് കാര്യങ്ങളൊക്കെ സിമിലറാണ്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പും ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യണം. അപ്പോൾ ബൂട്ട് തുറക്കുമ്പോൾ 268 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ള അതേ ബൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡീഷണലി ആഡ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. സ്വിച്ചോട് കൂടെ കൊടുത്ത് അടിപൊളിയായി. നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ സിമിലറാണ്. സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് 60/40 ഫോൾഡബിൾ ആണ്. ISO ഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് പാർസൽ ട്രേ കാണാനായിട്ട് സാധിക്കും. പിന്നീട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ വീൽ വന്നേക്കുന്നത് സ്റ്റീൽ ഡിസ്ക് വീലാണ്, അലോയ്സ് അല്ല വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് റിയറിൽ വന്നേക്കുന്ന മാറ്റം. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സിമിലർ തന്നെയാണ്. ആകെ അലോയ് വീൽസിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സൈഡിലെ ഡോർ ഹാൻഡിലും റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആയിട്ടുണ്ട്. കീ ഇല്ലാതെ നമുക്ക് വണ്ടിക്കകത്ത് കയറാനായിട്ട് സാധിക്കും. പിന്നെ നോക്കി കഴിഞ്ഞാൽ വൈപ്പർ കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ സിമിലറാണ് വണ്ടിയിൽ വന്നിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറാം. അപ്പോൾ വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. റിക്ലൈനിങ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ അവിടെ കണ്ട അതേ സ്റ്റിയറിംഗ് വീലാണ്. ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും അതിലില്ല. നമുക്ക് കയറിയിരിക്കുമ്പം
അപ്പോൾ ആദ്യത്തെ വ്യത്യാസം നമുക്ക് ഈ ഒരു റിമോട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഇനി മീറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണ്ട സെയിം മീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. അതിൽ വേറെ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RPM മീറ്റർ, സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. സെയിം TFT ഡിസ്പ്ലേ ആണ്. മുകളിലായിട്ട് വാർണിംഗ് ലാംപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നീട് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ആണ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു ട്രിം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ഒരു ലോഗോ, ഒരു ക്രോം ഫിനിഷുള്ള ഒരു റിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള സ്വിച്ചും അതുപോലെ തന്നെ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ കോമ്പിനേഷൻ സ്വിച്ചസ് ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. റിയർ വൈപ്പറിൻ്റെ കൺട്രോൾസും ഫ്രണ്ട് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു രണ്ട് ഇതിലും വന്നേക്കുന്നത്. ബേസിക്കായിട്ട് കണ്ടുവരുന്നത് തന്നെയാണ്. നമുക്ക് ഈ സൈഡിലാകുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കാണുന്നൊരു മീഡിയ സ്ക്രീൻ. നമ്മൾ മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ, അതായത് XL6, എർട്ടിക തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ കണ്ടുവന്നിട്ടുള്ള അതേ സെയിം മ്യൂസിക് സിസ്റ്റമാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മാരുതിയുടെ കണക്റ്റീവ് ഫീച്ചേഴ്സും എല്ലാം നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഇൻഫർടൈൻ സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് നല്ലൊരു രസമുള്ളൊരു നോബ്സ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ 12 വോൾട്ടിൻ്റെ സോക്കറ്റ്, USB അതുപോലെ തന്നെ ഓക്സിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വീണ്ടും കപ്പ് ഹോൾഡേഴ്സ്, ഗിയർ ലിവർ സിമിലർ ആണ്. ആ നോബും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും സിമിലർ ആണ്. നമുക്കിവിടെ വരുമ്പോൾ വാനിറ്റി മിറർ ഉണ്ട്. ലൈറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. അതുപോലെ തന്നെ ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്. ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിററാണ് വന്നേക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മുടെ ഗ്ലോ ബോക്സ്, സെയിം ഗ്ലോ ബോക്സ് ആണ്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ VXIയിൽ കണ്ടത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് വന്നേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ അഡീഷണലി ആഡ് ഓൺ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയറിലേക്ക് പോവാം. റിയറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ VXIയിൽ കണ്ട അതേ സെറ്റപ്പൊക്കെ തന്നെയൊക്കെയാണ്. നമുക്കിവിടെ സ്പീക്കർ കാര്യങ്ങൾ കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഡോർ ഹാൻഡിൽ ഇത്തരത്തിൽ ക്രോമായിട്ടുള്ളതാണ് വന്നേക്കുന്നത്. പവർ വിൻഡോ സ്വിച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. സീറ്റ് എന്ന് പറയുന്നത് 60/40 ഫോൾഡബിൾ ആണ്. കണ്ടോ, 60/40 ഫോൾഡബിൾ ആണ്. ISO 6ൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ZXi പ്ലസിലേക്ക് വരാം. ZXi പ്ലസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മേജർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഹെഡ്ലൈറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വിത്ത് DRLs ആണ്. അകത്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ വന്നിട്ട് ഹാലജൻ ബൾബ്സ് ആണ്. താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് കാണാം, ഹാലജൻ ആണ്. പിന്നെ ഫ്രണ്ടിൽ വേറൊരു വ്യത്യാസമില്ല മറ്റു വാഹനങ്ങളായിട്ട്. ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോൾ അടുത്തൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യുവൽ ടോൺ കളറിൽ ഇപ്പോൾ ഈ ഒരു മോഡൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇനി വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നുണ്ട്. ഈ 3 കളേഴ്സാണ് ഡ്യുവൽ ടോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള മിററാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൽ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ സൈഡ് പ്രൊഫൈലിൽ വരുന്ന ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. 15 ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോളോയുടെ ടയറാണ് എടുക്കുന്നത്. ടയർ സെക്ഷൻ 185/65 എന്ന് പറയുന്ന സെയിം സെക്ഷനിലുള്ള ടയറൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വീലിലാണ് മാറ്റം. ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രം ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഡോർ ഹാൻഡിൽസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ZXIയിൽ കണ്ടായിരുന്നത് ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇനി ഒരു മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആണ്. പ്ലസ് നമ്മൾ ഈ ഒരു വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിറർ അടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സെയിം റിമോട്ട് തന്നെയാണ് നമുക്ക് ZXIയിലും വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു വാഹനം അൺലോക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മിറർ അടയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വാഹനം ലോക്ക് ചെയ്യാണ്. കണ്ടോ, മിറർ അടഞ്ഞു. ഇനി ഒരു മിറർ നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ തുറക്കാനായിട്ട് സാധിക്കില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അതാണ് ഒരു സംഭവം. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ZXIയിലുള്ള അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ZXi പ്ലസ്സിലും ഉള്ളത്. നമുക്ക് ടോപ്പിലായിട്ട് ആൻറ്റിന കാണാം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, വൈപ്പർ സ്പ്രെയർ, ഡിഫോഗർ ലൈൻസ്, അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സ്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് നോക്കുമ്പോൾ സെയിം ലോഗോസൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. സോറി, ഇതിപ്പം ലോക്ക്ഡാണ്. യെസ്, നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് പാർസൽ ട്രേ അവൈലബിൾ ആയിട്ടുണ്ട്. 268 ലിറ്ററുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് വന്നേക്കുന്നത്. 60/40 ഫോൾഡബിൾ ആണ്. ISO ഫിക്സ് ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാര്യങ്ങൾ വന്നിട്ട് ഹുക്ക് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഈ സൈഡിലായിട്ട് ജാക്ക് വയ്ക്കാനുള്ള പ്രൊവിഷനാണ്. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ സ്റ്റീൽ ഡിസ്ക് വീലാണ് വന്നേക്കുന്നത്. അതിലൊന്നും മാറ്റില്ല. ZXi പ്ലസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർ പാഡ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പിലാണ് ക്രോം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കാണാം. നമ്മുടെ മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ബോട്ടിൽ ഹോൾഡർ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെയായിട്ട് നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതും ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു അലുമിനിയം ഫിനിഷിലുള്ളൊരു ട്രിം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഇതൊക്കെ ZXiലും ഉണ്ടായിരുന്നു തന്നെയാണ്. ഇനി സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വന്നേക്കുന്നത്. സെയിം സീറ്റൊക്കെ തന്നെയാണ്. നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻസ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ZXi പ്ലസിൻ്റെ ഇൻറ്റീരിയറിലെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ എന്ന് തന്നെ ആദ്യം തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ വന്നിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഓൺ ആക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത് കഴിയുമ്പം ഈ മിറർ അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇഗ്നീഷൻ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് ആ മിറർ തന്നെ തുറക്കും. അല്ലാതെ നമുക്കത് കീയിൽ അത് ഓപ്പൺ ആയിട്ട് വരില്ല. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് 2 സ്വിച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 നോബ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ എടുക്കുന്നത് ടോർക്ക് ആൻഡ് പവർ എന്ന് പറയുന്ന മോഡാണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടോ അവിടെ നമുക്ക് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. നമ്മളിത് നെക്സ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ്റെ ഗ്രാഫാണ് ആ മുകളിൽ പോകുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ ഗ്രാഫ് താഴെ വരുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു ഗ്രാഫിക്കലി ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കണോമി കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടാങ്കിലെ ഫ്യൂലിനനുസരിച്ച് റേഞ്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിലവിൽ ഫ്യൂൽ കുറവായിട്ടാണത്. അപ്പം ഈ ഒരു ചാർട്ടിലേക്ക് വരുമ്പോഴും നമ്മുടെ ഫ്യൂൽ കൺസംഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കുക. ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ മോഷൻ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് ഏകദേശം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് നമുക്കതിൽ അറിയാനായിട്ട് സാധിക്കുക. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടുവന്ന പോലെ തന്നെ RPM മീറ്റർ ആണ് വരുന്നത്. അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്റർ അവൈലബിൾ ആയിട്ടുണ്ട്. RPM റെഡ് ലൈൻ ചെയ്യുന്നത് 6300 ആണ്. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പം സ്പീഡോമീറ്റർ ആണ് വരുന്നത്. 220 ആണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ അകത്തായിട്ട് ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, കാരണം വണ്ടി യാർഡിലല്ലേ കിടക്കുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ വാർണിംഗ് ലാംപ്സ് ആണ്. ഇനി നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു അടുത്തൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ZXi പ്ലസിലാണ് ക്രൂയിസ് കൺട്രോൾ ഉള്ളൂ. അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ്. അത് ക്യാൻസൽ ചെയ്യാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ആ ക്രൂയിസ് കൺട്രോളിൻ്റെ അത് ഓൺ ആക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ മീഡിയ കൺട്രോൾസ് ആണ്, മ്യൂട്ടിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫോൺ എടുക്കാനും കട്ട് ചെയ്യാനുള്ള സ്വിച്ചും അതുപോലെ തന്നെ വോയിസ് കമാൻഡിനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി ടച്ച് ആയിട്ടുള്ള ഇൻഫോർടൈൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇതിൽ മാരുതിയുടെ മുമ്പ് നമ്മൾ ZXiയിൽ കണ്ട പോലെ തന്നെ സെയിം ഇൻഫോർടൈൻ സിസ്റ്റം ആണ്. ഇനി നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല ഫീലുള്ള സ്വിച്ചസ് ആണ്. ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഇതുവരെയും സൗണ്ട് ഇല്ല, ഫാൻ സ്പീഡിന് സൗണ്ട് ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ തൊട്ട് സൗണ്ട് ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യാം. ഇതാണ് അപ്പോൾ ഫാനിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഓക്സിൻ്റെയും USB ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ZXiയിൽ കണ്ട പോലെ തന്നെയാണ്. ZXi പ്ലസിൽ ഇവിടെ ആയിട്ട് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. അത് നമ്മുടെ കീ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഗിയർ ലിവർ വന്നിട്ടുണ്ട്. ഗിയർ ലിവർ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡീലിട്ട് ഓടിക്കാം, അതുപോലെ തന്നെ മാനുവലിൽ ഓടിക്കാനായിട്ട് സാധിക്കും, പ്ലസ് മൈനസ് വെച്ചിട്ട്. അപ്പോൾ അത് പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ പൊസിഷനിലാണ്. പിന്നെ ഈ ഗിയർ ബോക്സിന് വന്നിരിക്കുന്ന ഒരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഓട്ടോമാറ്റിക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുമ്പത്തെ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. 2021 സ്വിഫ്റ്റിലാണ് ആ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റത്ത് പേടിക്കാതെ വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ZXiയിൽ കണ്ട സെയിം സംഭവങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വൈസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സെയിം നമ്മൾ ZXiയിൽ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു അപ്ഡേഷനും നമുക്കിവിടെ വന്നിട്ടില്ല. ലൈറ്റൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ്. സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിലില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ
എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം, നമുക്കിതിനൊരു ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫിൻ്റെ സ്വിച്ചാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ്, അപ്പോൾ ആ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ആക്സിലേറ്റർ പെഡൽ, ബ്രേക്ക് പെഡൽ, അതുപോലെ തന്നെ ആ അറ്റത്തായിട്ട് ഡെഡ് പെഡലാണത്. അപ്പം ഒരു ലോങ് ഡ്രൈവിലൊക്കെ നമുക്കിങ്ങനെ കാല് വെച്ചിങ്ങനെ നൈസായിട്ട് ഓടിച്ചു പോകാം. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ZXi പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിലുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ റിയറിലൂടെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇനി നമ്മൾ ഈ ഒരു ഡോർ പാഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ZXiയിൽ കണ്ട സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഈ പോർഷൻ ഇവിടെ പ്രത്യേകിച്ച് ടെക്സ്ചർ കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. നമ്മുടെ പവർ വിൻഡോ സ്വിച്ചസ് കാണാം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പീക്കർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ, അവിടെ മുകളിലായിട്ട് ലിങ്ക് കൊടുക്കാം. അതിൽ നമ്മളിതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി റിയർ സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഷൻഡൊക്കെ ആയിട്ടുള്ള സീറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാം. സെൻട്രൽ ടണലിൽ ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് 2 കാലം അപ്പുറം ഇപ്പുറം ഇട്ടിരിക്കണം. അതുമാത്രമാണ് സെൻട്രലിരിക്കുന്ന ആൾക്കുള്ള പ്രശ്നം. സെൻട്രലിരിക്കുന്ന ആൾക്ക് വരുന്നത് ലാബ് ബെൽറ്റാണ്. ഈ സൈഡിലൊക്കെ വരുന്നത് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റാണ്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻട്രലിലുള്ള ആൾക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് വരുമ്പോൾ ISO ഫിക്സിൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിയറിൽ നമുക്ക് പറയാനായിട്ടുള്ള റിയർ സീറ്റിംഗ് ഏരിയയിൽ. പിന്നെ നമുക്ക് അടച്ചേക്കാം. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതിന് ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു ZXi എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ നിന്ന് ZXi പ്ലസിലേക്ക് വരുമ്പോൾ എന്താണ് ചേഞ്ചസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 വേരിയൻറ്റ്: LXi, VXi, ZXi പ്ലസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 വേരിയൻറ്റ്. അപ്പോൾ ZXi പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് റെഡ് ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക്, പിന്നീട് വരുന്നതാണ് ബ്ലൂ വൈറ്റ്. ഇതാണ് 3 ഡ്യുവൽ ടോൺ കളേഴ്സ്. ഇനി ഇതിൽ തന്നെ സിംഗിൾ കളറിലുള്ള വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്യുവൽ ടോൺ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്യുവൽ ടോൺ കളറിലുള്ള വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില എന്ന് പറയുന്നത് 9,04,000. അതുപോലെ ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 9,77,000. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ന്യൂ സ്വിഫ്റ്റിൻ്റെ ന്യൂ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വണ്ടികളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ LXiയിൽ വന്നേക്കാണ്. LXiയുടെ കീ മാത്രമാണ് കേട്ടോ ഇത്തരത്തിൽ വരുന്നത്. ഇതിന് വേറെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി കാണാനായിട്ട് അടിപൊളിയാണ്. ഈ ഒരു പെയിൻറ്റിൽ പേള് മിക്സ് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കാണുന്നൊരു തിളക്കം. ബാക്കിയൊക്കെ നോർമൽ പെയിൻറ്റ്സാണ് വന്നിട്ട്, റെഡും വൈറ്റൊക്കെയും. ഇത് മെറ്റാലിക് കളറാണ്. ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ന്യൂ സ്വിഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ പോപ്പുലറിലെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വില, ഫീച്ചേഴ്സ്, എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനത് അവിടെ വെച്ച് തീർക്കാം. വരും ദിവസങ്ങളിലൊരു ടെസ്റ്റ് റൈഡ് വീഡിയോ കൂടെ സെറ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൺസിഡർ ചെയ്യുക. പിന്നെ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇറ്റ്സ് മീ ഡിജോ സൈനിങ് ഓഫ്.